ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ ഇന്ന് ഞങ്ങളുടെ വൈദ്യത്തിലെ ഓണ സെലിബ്രേഷനാണ് കേട്ടോ. ഞങ്ങളുടെ വൈദ്യത്തിൻ്റെ ആദ്യത്തെ ഓണമാണ്. അപ്പം ഇന്നലെ ഞങ്ങൾ പച്ചക്കറി എല്ലാം വാങ്ങിച്ച് എൻ്റെ സ്റ്റാഫുകളെല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം എല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പാചകത്തിന് ഇറങ്ങുവാണേ. 4 മണിയായി. ഉറക്കക്ഷീണമുണ്ട് മുഖത്ത്. പിന്നെ എന്താ വേറെ മാർഗ്ഗമില്ലല്ലോ, നമുക്ക് ചെയ്താലല്ലേ പറ്റുള്ളൂ. ഞങ്ങൾ 30 സ്റ്റാഫുകളുണ്ട്. അപ്പോൾ 30 പേർക്ക് ഞങ്ങളെല്ലാവർക്കും കൂടി ചേർന്നിട്ടുള്ള സദ്യ ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. നമുക്ക് എൻ്റെ വിശേഷങ്ങൾ കാണാവേ. മണി ഇപ്പം 4:15 മണി ആയിട്ടുണ്ട് കേട്ടോ. 4:15 മണിയായി. സാമ്പാറിനുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടി മമ്മി അങ്ങോട്ട് അരിയുവാണ്. പിന്നെ ഇടയ്ക്ക് ചായ ഉണ്ടാക്കി, ഞാൻ ചായ കുടിച്ചു. പിന്നെ പിള്ളേർക്കുള്ള പൂവ് ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള റോക്കിക്കുട്ടൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ചേച്ചിമാരുടെ നാട്ടിക്ക് അവർ ഇങ്ങനെ ഹാളിലാണ് കിടക്കുന്നത്. 3 എണ്ണം കൂടെ സെറ്റ് ചെയ്യില്ല. ഇങ്ങനെ കിടക്കുക 3 പേരോട് കണ്ടോ, എണീറ്റിട്ടില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ റോക്കിക്കുട്ടനും അവരുടെ കൂടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല മഴ, റോഡ് ഭയങ്കര ഇരുട്ട് കണ്ടോ, നല്ല മഴ, പേരുമഴ. എൻ്റെ വത്സു രാവിലെ ഞങ്ങളുടെ ഫേസ് ഒന്നും കണ്ട ആരും ഡള്ളാവണ്ട. രാവിലെ എൻ്റെ വത്സു സാമ്പാർ വയ്ക്കുന്നു, അവിയൽ വയ്ക്കുന്നു, പച്ചടി ഉണ്ടാക്കുന്നു. പിന്നെ പാലട ഞങ്ങൾ 2 കൂട്ടം പ്രഥമൻ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പാലട. ഇതെന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇത് നമ്മുടെ എന്താണ് അരിയട, പിന്നെ ഇത് പാലട, പിന്നെ അതെ ലാസ്റ്റ് വെർമസേലി. ഇത് ഇത്രയും എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കടയിൽ ഇന്ന് വരുന്ന എല്ലാവർക്കും ഓരോ ഗ്ലാസ് പായസം ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീ ഷോപ്പിൽ വന്നാലും ഞങ്ങളുടെ ഷോപ്പിൽ വരുന്ന എല്ലാവർക്കും, അതുകൊണ്ടാണ് ഇത്രയും പാലട ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. പാലട ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ്. നവാഫേനെ ഞാൻ പാൽ വാങ്ങിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. ഇഞ്ചിക്കറിയും മാങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാരങ്ങ, ഇഞ്ചിക്കറി, മാങ്ങ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ സാമ്പാർ ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. സാമ്പാർ റെഡിയാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം പായസം കൂടി ഉണ്ടാക്കിയിട്ട് എനിക്ക് പിള്ളേരെയും കൊണ്ട് ഷൂട്ടിന് പോകാനുണ്ട്. രാവിലെ പിള്ളേരെയും കൊണ്ട് ഷൂട്ടിന് പോകണം 7 മണിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ. സാമ്പാർ, അവിയൽ, പുളിശ്ശേന, പച്ചടി, പിന്നെ പുളിശ്ശേരി, പിന്നെന്താണ് തോരൻ, പിന്നെ കായും അച്ചിങ്ങയും കൂടെ മെഴുക്ക് വരട്ടി, ഇഞ്ചിക്കറി, മാങ്ങ, നാരങ്ങ, പപ്പടം, ശർക്കര വരട്ടി, പിന്നെ എന്താണ് ചിപ്സ്, അതായത് ചിപ്സ്, ഉപ്പേരി, പിന്നെ നമ്മുടെ പഴം പായസം, 2 കൂട്ടം പായസം, ഒന്ന് നമ്മുടെ വെർമസേലി, പാലട ആൻഡ് നമ്മുടെ അടപ്രഥമൻ. വെർമസേലിയും പാലടയും കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു പുതിയ വെറൈറ്റി പായസം ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ നമ്മുടെ അടപ്രഥമൻ. ഇതൊക്കെ കൂട്ടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ സദ്യ എന്ന് പറയുന്നത്. അതോടുകൂടി ഞങ്ങളുടെ ഓണാഘോഷം ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ആഘോഷിക്കണമെന്ന് വിചാരിച്ചിട്ട് പൂരാടത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ഞങ്ങളുടെ പിന്നെ ഫസ്റ്റ് ഓണം ആയതുകൊണ്ടാണ് ഞങ്ങളിന്ന് നന്നായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങളുടെ ആദ്യത്തെ ഓണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അടുത്ത് കുഞ്ഞൊരു ബ്ലോഗ് ഇടാവേ.